ഇന്നലെ നമ്മൾ 2 വീഡിയോ റിലീസ് ചെയ്തു. 2 വീഡിയോ റിലീസ് ചെയ്യാൻ ഉദ്ദേശിച്ചതല്ല, പക്ഷേ കഴിഞ്ഞ ദിവസം എഡിറ്റ് തീർന്നില്ല, കുറേ ഇഷ്യൂസ് അവരൊക്കെ വന്നു. അങ്ങനെ മൺഡേ റിലീസ് ചെയ്യാൻ വെച്ച വീഡിയോ ആയിരുന്നു അല്ലേ? മൺഡേ റിലീസ് ചെയ്യാൻ വെച്ച വീഡിയോ ആയിരുന്നു. നൈറ്റ് 8 മണിക്ക് തന്നെ റിലീസ് ചെയ്യണമെന്നൊക്കെ, 8 മണി 6 മണിക്കല്ലേ റിലീസ് ചെയ്യാമെന്ന് വിചാരിച്ച വീഡിയോ ആയിരുന്നു. പക്ഷേ റിലീസ് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ എൻ്റെ വിഷമം തീർത്ത് അവസാനം എഡിറ്റ് കഴിഞ്ഞ് കംപ്ലീറ്റ് ആയി എക്സ്പോർട്ട് ആയപ്പോഴേക്ക് നേരം കൊടുത്തു. അങ്ങനെ നേരം കൊടുത്ത് റിലീസ് ചെയ്തു. നമ്മുടെ ദിൽഷാദിൻ്റെ കഴിവാണത്. അങ്ങനെ അതുകൊണ്ട് 2 വീഡിയോ നിങ്ങൾക്ക് ദിൽഷാദ് തന്നിരിക്കുന്നു. വാശി തീർത്തതാ. അങ്ങനെ അതിന് പുറമെ വേറൊരു വാശിയും കൂടി ഇവിടെ തീർത്തു. സോനു ഒരു സാധനം നോക്കാൻ വേണ്ടി പോയതെന്ന് 2 ദിവസമായി ഇപ്പോഴാണ് തിരഞ്ഞപ്പോൾ കിട്ടിയത്. അവസാനം ആ ഒരു ഇമേജിൽ ഒരു എന്താ പറയുക, സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ഇമേജിൽ വരുത്താൻ വേണ്ടിയിട്ട് കുറേ പണിതു. എന്നിട്ട് കിട്ടിയിട്ടുണ്ട്. ചെയ്ത് കൊടുത്തോളാം. നീ ചെയ്ത് കൊടുത്തോ, ടൈപ്പ് ചെയ്ത് കൊടുത്തോ. അത് നീ കോപ്പി എടുത്ത് ചെയ്യല്ല, നീ ടൈപ്പ് ചെയ്ത് ചെയ്യുകയാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടോട്ടെ. ആണല്ലേ? ഇതൊക്കെ വെറും ചെറിയ കാര്യം. നമുക്ക് എന്താ വേണ്ടത്? എന്താ വേണ്ടത്? നമ്മൾ ഇത്രയും ചെയ്തത് കാണിക്കട്ടെ അല്ലേ? നമ്മുടെ കാർട്ട് അഡ്മിനില്ലേ? സോനുവിനോട് ആരോ പറഞ്ഞു ഇന്നലെ ബ്രഹ്മി കഴിക്കണം എന്ന് ആരോ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഓർമ്മ ഇല്ലാഞ്ഞിട്ടാണ് ഇതെല്ലാത്തിനും ഇങ്ങനെ പറഞ്ഞു കൊടുത്താൽ ഇങ്ങനെ. ശരിയാ, നിങ്ങളെ കൂടെ കൂടിയ പിന്നെ എഡിറ്റ് ചെയ്യുമ്പോ ഈ ഇമേജ് മാറണം, അത്രയല്ലേ ഉള്ളൂ. മനസ്സിലായോ പ്രോബ്ലം? എന്താ മനസ്സിലായോ? അതായത് നമ്മൾ ചൂസ് ഫയൽ എടുത്തിട്ട് ഞാനൊന്ന് ചെയ്ത് കാണിച്ചു കൊടുത്താൽ ഒട്ടേക്ക് ഇതിലിപ്പോ ഇവിടെ ഇമേജ് ഉള്ളത്. പിക്ചേഴ്സ് ഇവിടെ എവിടെ പിക്ചേഴ്സ്? ഫോട്ടോസ് ഇവിടെ പിക്ചേഴ്സ് കാണുന്നില്ല. സോറി, കണ്ണൊക്കെ പോയോ? പ്രായമായിട്ടാ. ആ ഇമേജ് ഇവിടെ ഞാൻ സെലക്ട് ചെയ്തു. ആ ഇമേജ് ഇവിടെ വന്നിട്ടില്ല. പക്ഷെ സബ്മിറ്റ് അടിക്കുമ്പോൾ എന്താണ്, ആ ഇമേജ് മാറിയിട്ടുണ്ട്. നമ്മൾ ആ രീതിയിൽ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇമേജ് ചേഞ്ച് ചെയ്യണം കൂടിയൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ സോനുവിൻ്റെ അതിസാഹസ്യമായ പ്രകടനം കൊണ്ട് ആ സ്ക്രീൻ റെക്കോർഡൊന്നും ചെയ്യാതെ ആ വീഡിയോ കൊണ്ട് നശിപ്പിച്ചു. അവസാനം ഇപ്പോൾ 2ാമത് എടുക്കുകയാണ്. അതല്ല അവസ്ഥ. അതെ, അത് എൻ്റെ ഞാൻ മറന്നതല്ല, ചില സാങ്കേതിക കാരണങ്ങളാണ്. ശരിയാക്കി കൊടുക്കുന്നത്. വേഗം സമയങ്ങളല്ലേ? ഓക്കെ. അതായത് ഈ ഒരു ഫയൽ സെലക്ട് ചെയ്യുന്ന സമയത്ത്, അതായത് ഈ ഇൻപുട്ട് ഫീൽഡിൽ ഒരു ചേഞ്ച് വരുന്ന സമയത്ത് നമുക്ക് ആ ഇമേജ് സെലക്ട് ചെയ്ത ഇമേജ് ഈ ഒരു ഇമേജ് ടാഗിൻ്റെ ഉള്ളിൽ കാണിക്കണം. അത്രയല്ലേ? അപ്പോൾ കാണിക്കേണ്ട ഇമേജ് ടാഗ് ഇതാണ്. അപ്പോൾ അതിനൊരു ഐഡി നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കും. IMG ഈ പറഞ്ഞൊരു ഐഡി. ഇനി ഈ ഇൻപുട്ട് ഫീൽഡ് ഇവിടെ ഓൺ ചേഞ്ച്, അവിടെ നമ്മളൊരു ജാവാസ്ക്രിപ്റ്റ് ഫംഗ്ഷൻ കോൾ ചെയ്യാൻ പോവാം. അത് ഓരോ പ്രാവശ്യം ഇമേജ് സെലക്ട് ചെയ്യുമ്പോഴും ഈ ഒരു ഫംഗ്ഷനെ കോൾ ചെയ്യും നമ്മൾ. വ്യൂ ഇമേജ് അതൊരു ആർഗ്യുമെൻ്റ് ആയിട്ട്, അതായത് ആ ചേഞ്ച് ചെയ്യുന്നുള്ള ഇവൻറ്റ് പാസ് ചെയ്യുന്നു. ഇനി ഫംഗ്ഷൻ നമുക്ക് ഡിഫൈൻ ചെയ്യാം. ജാവാസ്ക്രിപ്റ്റിൻ്റെ ഉള്ളിൽ എന്താണ് വ്യൂ ഇമേജ്. ഓക്കെ, അതായത് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് നമുക്ക് ഡോക്യുമെൻറ്റ് ഡോട്ട് ഗെറ്റ് എലിമെൻറ്റ് ബൈ ID ഓഫ് ആ ഇമേജ് ടാഗ് എടുക്കുന്നു. IMG വ്യൂ ഡോട്ട് SRC, അതായത് അതിൻ്റെ SRC നമ്മൾ ചേഞ്ച് ചെയ്യാൻ പോയിനി. എങ്ങനെ? അതായത് ഈ ഇവൻറ്റിൻ്റെ ഡോട്ട് ടാർഗറ്റ്, അതിന് മുന്നേ അത് നമുക്ക്, അതായത് ആ ചേഞ്ച് ചെയ്ത ആ ഫയലിൻ്റെ പാത്ത് നമുക്ക് കിട്ടണം. അതിന് വേണ്ടിയിട്ടുള്ളൊരു മെത്തേഡ് ഉണ്ട്, URL ഡോട്ട് ക്രിയേറ്റ് ഒബ്ജക്റ്റ് URL. എന്തിൻ്റെ? അപ്ലോഡ് ചെയ്ത ഇമേജിൻ്റെ. അതിനാണ് ഇവൻറ്റ് ഡോട്ട് ടാർഗറ്റ് ഡോട്ട് ഫയൽസ് ഓഫ് 0. അതായത് ഒറ്റ ഫയൽ അപ്ലോഡ് ചെയ്യുന്നുള്ളൂ. അതായത് ഇവന്റ് ഒബ്ജക്റ്റ് നോക്കിയാൽ കിട്ടും. അതിനുള്ളിൽ ടാർഗറ്റ് ഉണ്ടോ, അതിനുള്ളിൽ ഫയൽസ് ഓഫ് 0 ആണോ,
അത് കിടക്കുന്നത്, ആ ഫയലിൻ്റെ പേര്. അത് വെച്ചിട്ട് URL ക്രിയേറ്റ് ചെയ്ത് സെറ്റ് ചെയ്തു. നോക്കാം അല്ലേ. യെസ്, മാറിയിട്ടുണ്ട്. അപ്പോൾ സെറ്റാണ്. ഒന്ന് അലൈൻ ചെയ്ത് വെക്കണം. അലൈൻ ചെയ്ത് വെക്കണം. അതൊക്കെ അവർ ചെയ്തോളും, മതി. വൃത്തിയായിട്ട് ഇരിക്കട്ടെ. എന്നാ ക്ലാസ് കൊടുക്കാം. 3 ഓക്കെ. ഇനി എന്താ ചെയ്യേണ്ടത് നമുക്ക്? ഇനി നേരത്തെ ആ ഒരു സൈനപ്പ് ചെയ്തില്ലേ, കമൻറ്റിൽ വന്നിരുന്നു. സൈനപ്പ് ചെയ്ത സമയത്ത് നമ്മൾ സെഷൻ ക്രിയേറ്റ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ട്. നമ്മൾ ലോഗിനിൽ മാത്രമേ സെഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോയത്. അപ്പോൾ ഒരാൾ സൈനപ്പ് ചെയ്യുമ്പോൾ തന്നെ സെഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് ലോഗിൻ ചെയ്യുന്നു. അത് വിട്ടുപോയതാ. കമന്റ് ചോദിച്ചിട്ടുണ്ട് അല്ലേ? മനസ്സിലാക്കി ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഡു സൈനപ്പ് അല്ലേ? അതായത് ലോഗിനിൽ ചെയ്യുന്ന സെയിം സാധനം, ഡു ലോഗിനിൽ വരുന്ന സംഭവം അല്ലേ? നമ്മളിവിടെ സൈനപ്പിൽ ജസ്റ്റ് റെസ്പോൺസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ബാക്കിയൊന്നും ചെയ്തിട്ടില്ല. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ റെസ്പോൺസിൽ എന്താ വരുന്നത് ചെക്ക് ചെയ്യട്ടെ. ഡു സൈനപ്പിൽ അതായത് സൈനപ്പ് ചെയ്ത ആളുടെ ഡീറ്റെയിൽസ് ഓക്കെ വരുന്നുണ്ട്. റെസ്പോൺസിൽ ഡീറ്റെയിൽസ് മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഇനി സെഷനിലേക്ക് എടുത്ത് വയ്ക്കണം. ഡോട്ട് സെഷൻ ഡോട്ട് ലോഗ്ഡ് ഇൻ ട്രൂ ആക്കി സെറ്റ് ചെയ്യും. സെയിം കോഡ് തന്നെ അല്ലേ? സെയിം കോഡ്. ലോഗിൻ ചെയ്തപ്പോൾ സെയിം കോഡ് തന്നെ. റിക്വസ്റ്റ് ഡോട്ട് സെഷൻ ഡോട്ട് യൂസറിൻ്റെ റെസ്പോൺസ് ഡോട്ട് യൂസർ അല്ല, റെസ്പോൺസ് തന്നെ ആയിരിക്കും. കാരണം നമ്മളിവിടെ സീറോത്ത് ഒബ്ജക്റ്റ് ഓപ്ഷൻ്റെ ഡയറക്റ്റ് അതാണ് പാസ് ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് റീഡയറക്റ്റ് കൊടുക്കണ്ടേ? റീഡയറക്റ്റ്. ഓക്കെ, അടുത്ത നമുക്ക് കാർട്ട് ആഡ് ചെയ്ത് നോക്കാം അല്ലേ? ഇനിയിപ്പോൾ ചെറിയ ചെറിയ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. ഇപ്പോൾ കുറച്ച് കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഈ സീരീസ് കഴിഞ്ഞാൽ മുന്നേ കമൻറ്റ് ചെയ്യാൻ നമുക്ക് മറുപടി ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞുതരാം, അല്ലെങ്കിൽ നോക്കിയിട്ട് ചെയ്യാം. ഇനി കാർട്ട് ആഡ് ചെയ്യാൻ പോട്ടെ ഇതിലോട്ട് അല്ലേ? കാർട്ട് ആഡ് ചെയ്യണം. യൂസർ ലെവലിലോട്ട് പോവല്ലേ? അഡ്മിൻ യൂസറിലോട്ട് പോവാണ്. ഇവിടെ യൂസറിൽ വന്ന് നമ്മൾ ആഡ് ടു കാർട്ട് കൊടുത്ത് ഒന്നുമില്ല, നമ്മൾ ആക്ഷൻ ഒന്നും കൊടുത്തില്ലല്ലോ. ആഡ് ടു കാർട്ടിന് ആക്ഷൻ ഒന്നും കൊടുത്തിട്ടില്ല അറ്റ് പ്രസൻറ്റ്. അപ്പോൾ നമ്മൾ ആഡ് ടു കാർട്ടിൽ എന്ത് ചെയ്യുക, കാർട്ടിനുള്ള സ്ക്രീൻ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ ലോഗിൻ അല്ലേ? ദിൽഷാദ് അഹമ്മദ് 123 ദിൽഷാദിൻ്റെ അക്കൗണ്ട് കയറി ആഡ് ടു കാർട്ട് കൊടുക്കും. ഇപ്പോൾ കാർട്ട് നോക്കിയാൽ എന്താ ഉള്ളത്? കാർട്ട് ഈസ് എംപ്റ്റി ആണ്, കാർട്ടിലൊന്നുമില്ല. ഇനി നമ്മൾ ആഡ് ടു കാർട്ട് പ്രസ് ചെയ്യുമ്പോൾ ഒന്നും കൊടുത്തിട്ടില്ല. ഇനി നമുക്ക് എന്ത് ചെയ്യുക, കാർട്ടിൻ്റെ ഒരു പേജ് ആദ്യം ഡിസൈൻ ചെയ്യല്ലേ? അല്ല, പേജ് ഡിസൈൻ ചെയ്യണമെങ്കിൽ മുന്നേ ഒരു കാർട്ട് ഡാറ്റാബേസിൽ ഒരു കാർട്ടിന് വേണ്ടിയിട്ട് ഒരു കളക്ഷൻ ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് ഒന്ന് ആഡ് ചെയ്ത് നോക്കാം, എന്നിട്ട് പേജ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ ഓക്കെ. അപ്പോൾ ഒരു പ്രൊഡക്റ്റ് കാർട്ടിലേക്ക് ഇടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യൂസറിൻ്റെ ID വെച്ചിട്ട് നമ്മൾ ഡോക്യുമെൻ്റ് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ ഓക്കെ. അപ്പോൾ ഓർഡർ വേണമല്ലോ യൂസേഴ്സിൽ. കാർട്ടിൻ്റെ പേജ് വ്യൂ എടുക്കാനല്ലേ? ആഡ് ടു കാർട്ട് കൂടെ പ്രോഡക്റ്റിൻ്റെ ID കൂടെ പാസ് ചെയ്യും. ഈ പ്രോഡക്റ്റ് അതായത് ഒരു യൂസറിന് അതായത് ഡിസൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു യൂസർ അതായത് കാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡോക്യുമെൻ്റ് ആണ്. അതിന് കാർട്ടിനൊരു ID ഉണ്ടായിരിക്കും, പിന്നെ യൂസറിൻ്റെ ID ഉണ്ടായിരിക്കും, ഏത് യൂസറിൻ്റെ ആണെന്ന് മനസ്സിലാക്കാൻ. പിന്നെ പ്രോഡക്ട്സ് അതൊരു അറേ ആയിരിക്കും. ആ അറയിലോട്ടാണ് നമ്മളിങ്ങനെ പ്രോഡക്ട്സ് ഇങ്ങനെ പുഷ് ചെയ്യുക. അതിൻ്റെ ID മാത്രം പുഷ് ചെയ്ത് വയ്ക്കും. ഓക്കെ, അവിടെ വന്നു. പിന്നെ അവിടെ നിന്ന് ജസ്റ്റ് കോൾ ചെയ്യാം. കാർട്ട് ഓൾറെഡി കോൾ ചെയ്തിട്ടുണ്ട് നമ്മൾ. ആഡ് ടു കാർട്ട് ഇവിടെ നമ്മൾ ആക്ഷൻ കൊടുക്കണം. ശരിയല്ലേ? അതായത് ആഡ് ടു കാർട്ട്
അതായത് ആ പ്രൊഡക്റ്റിൻ്റെ ഐ ഡി ഡോട്ട് ഐ ഡി പാസ് ചെയ്യുന്നു _ID. ഇപ്പം ഈ പ്രൊഡക്റ്റിൻ്റെ ഐ ഡി എടുത്തിട്ട് വേണം ഒരു യൂസറിൻ്റെ കാർട്ടിൻ്റെ അറയിലോട്ട് പുഷ് ചെയ്ത് വയ്ക്കാൻ. ഓക്കെ, അപ്പം അങ്ങനെ വരുമ്പോൾ ഇവിടെ വന്നു. ഇപ്പോൾ ഇവിടെ ജസ്റ്റ് ഒരു എന്താ വേണ്ടത്, യൂസർ ഹെൽപ്പേഴ്സ് ഡോട്ട് ആഡ് ടു കാർട്ട്, അതിലോട്ട് ഡോട്ട് ഐ ഡി പ്രൊഡക്റ്റിൻ്റെ ഐ ഡി കൊടുത്തു. അതുപോലെ ഏത് യൂസറാണെന്നുള്ളത് അത് ഓൾറെഡി സെഷനിലിരിപ്പുണ്ട്. സെഷൻ ഡോട്ട് യൂസർ ഡോട്ട് ഐ ഡി. അപ്പോൾ ഏത് യൂസറിൻ്റെ കാർട്ടാണ്, അതുപോലെ ഏത് പ്രോഡക്റ്റാണ് ആഡ് ചെയ്യേണ്ടത്, ഈ രണ്ട് കാര്യങ്ങളാണ്. ഇനി നമുക്ക് യൂസർ ഹെൽപ്പേഴ്സിൽ ഫസ്റ്റ് പ്രോഡക്റ്റ് ഐ ഡി അല്ലേ, ഐ ഡി വന്നു, യൂസർ ഐ ഡി. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് ഒരു യൂസർ ഒരു പ്രോഡക്റ്റ് ആഡ് ചെയ്യണം. അപ്പോൾ ഇനീഷ്യലി ആ ഒരു യൂസറിന് കാർട്ട് ഉണ്ടാവില്ല. അപ്പോൾ ഒരു കാർട്ട് ക്രിയേറ്റ് ചെയ്യണം ആ യൂസറിന്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ആ ഒരു യൂസറിന് കാർട്ട് ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. ഉണ്ടെങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യണം. നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പോൾ ലോഗിൻ ചെയ്ത് ഓൾറെഡി കാർട്ടിൽ കുറച്ച് ഐറ്റംസ് ആഡ് ചെയ്തിട്ടുണ്ട്, പിന്നെ വന്നിട്ട് ആഡ് ചെയ്യണം. അപ്പോൾ ഓൾറെഡി ഉള്ള ഐറ്റംസിലോട്ട് ആഡ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ആ ഒരു കേസ് ചെക്ക് ചെയ്യണം. ഉണ്ടോ ചെക്ക് ചെയ്യണം. വെയിറ്റിൽ DB ഡോട്ട് നമ്മൾ കാർട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മൾ പുതിയൊരു കളക്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ പോകട്ടോ. ഓക്കെ, ആ കാർട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ കാർട്ട് നിന്ന് ഒഴിവാക്കും. ആ കാർട്ട് ക്ലിയർ ചെയ്യും. പിന്നെ അത് ഓർഡേഴ്സിലോട്ട് പോകും. ഓർഡേഴ്സിലോട്ട് പോകും. ഓക്കെ, മനസ്സിലായില്ലേ? ഒരു ഷോപ്പിംഗ് കാർട്ട് നമുക്ക് അറിയില്ലേ, ഐറ്റംസ് ആഡ് ചെയ്ത് കാർട്ടിലോട്ട് ആഡ് ചെയ്യും. അത് എന്ത് ചെയ്യും, ഓർഡർ ആയി കഴിഞ്ഞാൽ പിന്നെ കാർട്ടിൽ നിന്ന് എടുത്ത് പോകും, പിന്നെ അവിടെ കാണാറില്ലല്ലോ. അപ്പോൾ ആ രീതിയിലാണ് ഉദ്ദേശിക്കുന്നത്. DB ഡോട്ട് collection ഡോട്ട് കാർട്ട് കളക്ഷൻ ഡോട്ട് ഫൈൻഡ് വൺ. അതായത് ആ ഒരു യൂസർ ഐ ഡി ഉള്ളത്, യൂസർ ഐ ഡി ഉള്ള കാർട്ട് ഉണ്ടോ ചെക്ക് ചെയ്യാണ് ഇനീഷ്യലി. അപ്പോൾ നമ്മൾ ജസ്റ്റ് കൊടുക്കുന്നു യൂസർ എന്നുള്ളത്, നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ല, ജസ്റ്റ് ചെക്ക് ചെയ്യാണ്. യൂസർ ഏത് ഒബ്ജക്റ്റ് ഐ ഡി ഇവിടെ കൊടുത്തിരുന്ന ഒബ്ജക്റ്റ് ഐ ഡി, ഇവിടെ ഒബ്ജക്റ്റ് ഐ ഡി യൂസ് ചെയ്തിട്ടില്ല നമ്മൾ. അത് അഡ്മിനിലാണ് യൂസ് ചെയ്തല്ലേ. അല്ല, പ്രോഡക്റ്റ് ഹെൽപ്പേഴ്സിലുണ്ടായിരിക്കും. ഇത് കോപ്പി ചെയ്ത് വയ്ക്കാം. അപ്പോൾ അവിടെ നമുക്ക് ഒബ്ജക്റ്റ് ഐ ഡി ആണ് ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, ഒബ്ജക്റ്റ് ഐ ഡി ഓഫ് യൂസർ ഐ ഡി, അതായത് കാർട്ട് ഉണ്ടോ ചെക്ക് ചെയ്യും ആ യൂസറിന്. ഉണ്ടെങ്കിൽ കാർട്ട് ഉണ്ടെങ്കിൽ നമുക്കത് അപ്ഡേറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് അതിന് മുന്നേ ഇല്ലാത്ത കേസ് എടുക്കാം. കാർട്ട് ഇല്ല, അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ആ സമയത്ത് നമ്മൾ പുതിയ കാർട്ട് ക്രിയേറ്റ് ചെയ്യാൻ പോകണം. ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു കാർട്ടിൽ ആ യൂസറിൻ്റെ ഐ ഡി ഉണ്ടായിരിക്കും, പിന്നെ പ്രോഡക്ട്സിൻ്റെ ഒരു അറേ ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. കാർട്ട് OBJ പറഞ്ഞൊരു ഒബ്ജക്റ്റ്
യൂസർ ഒബ്ജക്റ്റ് ഐ ഡി ഓഫ് യൂസർ ഐ ഡി. പിന്നെ പ്രോഡക്ട്സ് എന്ന് പറയുന്ന ഫീൽഡ് അത് അറയാണ്. ഇപ്പോൾ ഇനീഷ്യലി ഒരു കാർട്ട് ക്രിയേറ്റ് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഒരു പ്രോഡക്റ്റ് ആഡ് ചെയ്യും നമ്മൾ. അപ്പോൾ ആ പ്രോഡക്റ്റ് ഐ ഡി ഇവിടെ കൊടുക്കുന്നു. അതായത് ഒബ്ജക്റ്റ് ഐ ഡി ആക്കിയിട്ടാണ് സേവ് ചെയ്യുന്നത്. ഐ ഡീസ് എല്ലാം നമ്മൾ ഒബ്ജക്റ്റ് ഐ ഡി ആക്കിയിട്ട് തന്നെ സേവ് ചെയ്ത് വയ്ക്കുന്നു, പ്രൊഡക്റ്റ് ഐ ഡി. ഇനി ഈ ഒരു കാർഡിൻ്റെ ഒബ്ജക്റ്റാണ് ഡാറ്റാബേസിൽ സ്റ്റോർ ചെയ്യുന്നത്. കാർട്ട് കളക്ഷൻ ഡോട്ട് ഇൻസേർട്ട് 1. ഇൻസേർട്ട് 1ൽ കാർട്ട് ഒബ്ജക്റ്റ് ആയി കഴിഞ്ഞാൽ റെസ്പോൺസ് കിട്ടുന്നു. അത് റിസോൾവ് ചെയ്യുന്നു. ഓക്കെ, റിസോൾവ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ പാരാമീറ്റർ ഒന്നും പാസ് ചെയ്യുന്നില്ല. എങ്ങോട്ട് പോകണം? അതായത് റീഡയറക്റ്റ്. ഇതിൽ ഒന്നെങ്കിൽ കാർട്ടിലെ പേജിലോട്ട് പോകാം, അല്ലെങ്കിൽ ആ പ്രോഡക്റ്റിൻ്റെ ആ ഒരു ലിസ്റ്റിൽ തന്നെ വരാം. നമുക്ക് പ്രോഡക്റ്റിൻ്റെ ലിസ്റ്റിൽ തന്നെ വയ്ക്കാം തൽക്കാലം. എന്താ എറർ വന്ന്? അസിങ്ക് ചെയ്തില്ല. നമ്മളിവിടെ അവൈറ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് അസിങ്ക്. ഓക്കെ, അപ്പോൾ അത് ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. പ്രൊഡക്റ്റ് ലോഗൗട്ടായി, ലോഗിൻ ചെയ്തു. എന്തോ എറർ അടിച്ചിട്ടുണ്ട്. എന്താ ഒന്ന് യൂസർ ഐ ഡി ഈസ് നോട്ട് ഡിഫൈൻഡ്. യൂസർ ഹെൽപ്പേഴ്സിലെ യൂസർ ഐ ഡി എത്രാമത്തെ ലൈനാ? 141. സോറി, ക്യാപിറ്റൽ ഐ ആയിരുന്നു. നിങ്ങളൊന്നും മിണ്ടാത്തേ? ഞാൻ നോക്കായിരുന്നു, ഞാൻ വേറെ ചിന്തയിലായിരുന്നു. cannot read property id of undefined. എന്നെ കട്ട് ചെയ്തേക്കണത് ഇത് എന്താ? പോവല്ലേ. അതായത് യൂസർ ഡോട്ട് ജെ എസിൽ പണ്ട് സോനു എന്നെ നോക്കിയിരുന്ന അവസ്ഥയാണ്. യൂസർ ഡോട്ട് ജെ എസിൽ 65ാമത്തെ ലൈനിൽ ഒരു എറർ വന്നിട്ടുണ്ട്. സോൾവ് ചെയ്യടോ. ആ അല്ല പണി അറിയുന്ന ആൾക്കാരെ കൊണ്ട് എനിക്ക് മടുത്ത്. ഞാൻ വെറുതെ വിളിച്ചാ അതായത് യൂസർ ഐ ഡി ഇല്ല എന്നാണ് പറയുന്നത്. എന്തുകൊണ്ട്? ലോഗൗട്ടായി. എപ്പോ ലോഗൗട്ട് ആയതുകൊണ്ടാണ്. അപ്പൊ നെക്സ്റ്റ് കേസ് നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും സെഷൻ ഉണ്ടോ ചെക്ക് ചെയ്യണം എപ്പോഴും. അപ്പൊ സെഷൻ ഇല്ലെങ്കിൽ ആ യൂസർ ഇല്ലല്ലോ. യൂസർ ഇല്ലെങ്കിൽ കാർഡിലേക്ക് ആഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ലോഗിൻ പേജിലോട്ട് പോകണം വീണ്ടും. അപ്പൊ അതിനാണ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള, ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്, വെരിഫൈ ലോഗിൻ. അതെവിടെ എഴുതി വെച്ചത്? തൊട്ട് മുകളിലാക്കണം വെരിഫൈ ലോഗിൻ എഴുതിയിട്ടുണ്ട്. വെരിഫൈ ലോഗിൻ തൊട്ട് മുകളിലത്തെ ഫംഗ്ഷനിൽ വെരിഫൈ ലോഗിൻ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഇവിടെ പറഞ്ഞു കൊടുക്കും, അത് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ലോഗൗട്ട് ആയാൽ പോലും പിന്നെ ലോഗിലോട്ട് പോയിക്കോളും. ടെൻഷൻ ഉണ്ട് എനിക്ക്. ഇല്ല എനിക്ക് സംശയമുണ്ട്. സംശയം തോന്നുന്നുണ്ട്. നിങ്ങൾ ഉണ്ടായിരുന്നു ആ മുടിയൊക്കെ റെഡിയാക്കി വെച്ച് പോയി. വെറുതെ ആ കോൺഫിഡൻസ് പോയതാ. ചെയ്തു ഞാൻ ആടേട്ടെ.
ഒരു ഫ്ലോയിലങ്ങ് പറഞ്ഞു പോയിരുന്നു. ആ ഇനി ആഡ് ചെയ്യാം. എററൊന്നുമില്ല. ഡാറ്റാബേസിൽ പോയിട്ട് ചെക്ക് ചെയ്യേണ്ടി വരും. ഇവിടെ പോയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. മോങ്കോ സ്റ്റുഡിയോ ഷോപ്പിംഗ്. ആ കാർഡ് നല്ല കണക്ഷൻ ക്രിയേറ്റ് ആയി. അതിൽ കാരണം കണക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഡാറ്റയും വന്നിട്ടുണ്ട്, യൂസർ ഐ ഡിയും വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഒബ്ജക്റ്റ് വ്യൂ ആക്കി വെക്കാം. ആ ഐ ഡി വന്നു, യൂസർ ആരാണെന്ന് കാണുന്നുണ്ട്, അതുപോലെ പ്രോഡക്റ്റ്സ് ഏതൊക്കെയാണെന്നുള്ളതെന്ന് കാണുന്നുണ്ട്. ഇനി നെക്സ്റ്റ് കേസ്, ഇപ്പോൾ ഓൾറെഡി കാർട്ട് ഉണ്ട്. ഇപ്പോൾ ദിൽഷാദ് ഒരു കാർട്ട് ഉണ്ട്, ക്രിയേറ്റ് ചെയ്തു. നെക്സ്റ്റ് ഇനി വീണ്ടും ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓൾറെഡി ഉള്ള ഈ ഒരു കാർട്ടിലോട്ട് പുഷ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഈ പ്രോഡക്ട്സ് എന്ന് പറയുന്ന ആ ഒരു ഫീൽഡ് അത് അറിയാണ്. അപ്പോൾ അതിലോട്ട് ഇനി വാല്യൂ പുഷ് ചെയ്യണം MongoDB query വെച്ചിട്ട്. അല്ലാത്ത കേസിലാണ് അത് ഓൾറെഡി കാർട്ടിൽ ഐറ്റംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ പ്രോഡക്ട്സിലോട്ട് എന്താ IDs ആഡ് ചെയ്ത് വെച്ചാൽ മാത്രം മതി. അപ്പോൾ യൂസർ കാർട്ട് ഉണ്ടോ ചെക്ക് ചെയ്തു. ഉണ്ടെങ്കിൽ പറഞ്ഞോ. എപ്പോഴും വേണേ. നമ്മള് ശുദ്ധമായ മലയാളം സംസാരിക്കണം, അല്ലാതെ ഉണ്ടെങ്കിൽ. അപ്പോൾ അതായത് അപ്ഡേറ്റ് ശ്രദ്ധിക്കണം. ഇനി ശ്രദ്ധിക്കണം. ഞാൻ ഇനി ശ്രദ്ധിക്കും. ഇനി ശ്രദ്ധിച്ചേ പറയുള്ളൂ. നടക്കും. അതായത് അങ്ങ് കണ്ണൂര് വിയ്യൂര് എന്താണ് കൊറേ കണ്ണൂര് തീർക്ക് അത് പറയാൻ പോലും പേടി. കൊറേ ഓടിക്ക് നടന്നതാണ്. നിങ്ങളീ മലയാളം പറഞ്ഞാൽ പോലും മനസ്സിലാവുന്നില്ല. എന്താ ചെയ്യാ? അതായത് കഷ്ടപ്പെട്ട് പറയാ. ഓരോ വീടും അതായത് കാർട്ട് അപ്ഡേറ്റ് ചെയ്യാൻ പോണം നമ്മള്. ചെയ്തുകൂടെ അങ്ങട്ട് അപ്ഡേറ്റ് വൺ. ഇതൊക്കെ ഞാൻ അവർ ചെയ്തോളേ. അല്ലല്ല നമുക്ക് ചെയ്യണം. അപ്ഡേറ്റ് വണ്ണ് സിമ്പിൾ കാര്യങ്ങളൊന്നും എനിക്ക് ചെയ്യാൻ താല്പര്യമില്ല കേട്ടോ. ശരിയാ അതായത് ആ ഒരു യൂസറിന്റെ കാർട്ട് എടുത്തിട്ട് അപ്ഡേറ്റ് വൺ യൂസർ ഓഫ് ഒബ്ജക്റ്റ് ID. നമ്മൾ അപ്ഡേറ്റ് വൺ അടിച്ച ഓർമ്മയില്ലേ? ആദ്യം എന്താണ് ഫൈൻഡ് ചെയ്യേണ്ട കാര്യം, കോമ ഏത് ഡാറ്റയാണ് സെറ്റ് ചെയ്യേണ്ടത്. സെറ്റ് ബ്രേസ് ഓപ്പൺ ചെയ്യുക. ഇതിനുള്ളിൽ പ്രൊഡക്ട്സിലോട്ടായിട്ട് ആഡ് ചെയ്യണം. ആ കോമ ബ്രേസ് ക്ലോസ് ചെയ്തിട്ടാണ് കോമ ഇട്ടിരിക്കുന്നത്. ആ ബ്രേസ് ക്ലോസ് ചെയ്തിട്ടാണ് കോമ ഇട്ടിരിക്കുന്നത്. അങ്ങനെ തന്നെയാണല്ലോ അല്ലേ? ഓക്കെ അപ്ഡേറ്റ് വന്നു. അങ്ങനെ തന്നെയാണോ? പ്രോബ്ലം ഒന്നുമില്ല. അതിൻ്റെയാണ് പ്രശ്നം. ഓക്കെ സെറ്റ് ചെയ്യണം. സെറ്റ് ചെയ്യാം. നമുക്ക് ഒരു അറയിലോട്ട് ഇനി പ്രൊഡക്റ്റ് പുഷ് ചെയ്യാൻ പോവാം. അപ്പോൾ പുഷ് എങ്ങോട്ട്? പ്രോഡക്ട്സ്. അതായത് പ്രോഡക്ട്സ്, അതായത് പിന്നെ വാല്യൂ, അതായത് ഒബ്ജക്റ്റ് ഐ ഡി ഓഫ് പ്രൊഡക്റ്റ് ഐ ഡി. ആ പ്രൊഡക്റ്റ് ഐ ഡി നമ്മൾ ഇതിലോട്ട് പുഷ് ചെയ്യാൻ പോകുന്നു. ഓക്കെ
മനസ്സിലായില്ലേ? അപ്പോൾ ഇത് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ തന്നെ അല്ലേ അപ്ഡേറ്റ്? ഓക്കെ, ഇത് കഴിഞ്ഞാൽ റെസ്പോൺസ് വരും. ഇവിടെ റിസോൾവ് കൊടുത്തു. ഓക്കെ, ഇവിടെയും കൊടുത്തു, ഇവിടെയും കൊടുത്തു. ഇനി നമുക്ക് അപ്ഡേറ്റ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ആയിട്ട് നമ്മൾ ആഡ് ചെയ്തു, ഈ സാംസങ് ആഡ് ചെയ്യാം. ലോഗൗട്ടായി. ലോഗിൻ ചെയ്യ്. ഇതെന്താ തൊടുമ്പോ ലോഗൗട്ട് ആണ്. സെർവർ റീസ്റ്റാർട്ട് ആയിക്കൊണ്ടിരിക്കുകയല്ലേ. ഓ അതാണ്. പൊട്ടി ദിൽഷാദേ, തീർന്ന്. ഞാൻ പറഞ്ഞില്ലേ ഇതെന്താ? ഓ, പണി അറിയുന്നവനെ കൊണ്ടുവരണം. പുഷ് ഈസ് നോട്ട് ഫോർ വൈൽഡ് ഫോർ സ്റ്റോറേജ്. പുഷ് വൈൽഡ് അല്ലാന്ന് പറയണം. വൈ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം എന്താ പറയുക, നമ്മൾ പുഷ് വെക്കാനുണ്ടെങ്കിൽ സെറ്റ് വെക്കേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ ശരിയായി തരാം, മാറ്റിയാ. അയ്യോ ചെയ്തോ. ഇങ്ങനെ എഴുതി നോക്കിയാ. ഇനി പ്രശ്നം എന്നോട് ചോദിച്ചോ. എന്താ ചെയ്തോ. എടാ സെറ്റ് ചെയ്യുമ്പോ പുഷ് യൂസ് ചെയ്യും, രണ്ടുകൂടെ ഒരുമിച്ച് യൂസ് ചെയ്യില്ല. ഇതിന് ഞാൻ നിസ്സഹായനായി പോയി. മറ്റേ പരിപാടി ചെയ്തത്. ആയിക്കോട്ടെ, ചെയ്യ്. ഇത് വർക്ക് ചെയ്യും, എനിക്കറിയാം. ഇത് വർക്ക് ചെയ്യുന്ന നിനക്ക് അറിയാം. പിന്നെ ഇത്ര ടെസ്റ്റ് ചെയ്യണമായിരുന്നോ? നോക്കിയതാ ഞാൻ ചെയ്തെന്നേ റെഡി ആവുള്ളൂ എപ്പോഴും. അല്ല, എന്റെ തെറ്റാ, ചെയ്യാൻ പാടില്ലായിരുന്നു. ആഡ് ടു കാർട്ട് കൊടുക്കുന്നീ നല്ല അല്ല, എററില്ല, കംപ്ലീറ്റ് ആയി. റീഡയറക്റ്റ് ചെയ്യാൻ പറ്റില്ല. റീഡയറക്റ്റ് ഇങ്ങോട്ട് തന്നെയാണ്. ഇങ്ങോട്ട് റീഡയറക്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് മാറ്റങ്ങളൊന്നും സംഭവിച്ചില്ല. കാർഡിലോട് ആ ഇതൊന്നും എടുത്തേ, മോങ്കോഡിബിയുടെ കാർഡിലോട്ട് ഐറ്റം ആഡ് ചെയ്ത് നോക്കട്ടെ. റിഫ്രഷ് ചെയ്ത് രണ്ട് പ്രോഡക്റ്റ് വന്നിട്ടുണ്ട്. ഞാൻ കാർട്ടൊന്ന് ഡിസ്പ്ലേ ചെയ്ത് കൊടുത്തേ. കാർട്ടിലുള്ള ഐറ്റം നമുക്കൊന്ന് കാണണ്ടേ? എല്ലാ പ്രോഡക്ട്സും ഡിസ്പ്ലേ ആണല്ലേ. അപ്പോൾ കാർഡിന് വേണ്ടി ഒരു പേജ് വേണം. കാർഡ് ഓൾറെഡി പേജ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, എവിടെ അത്? തൊട്ട് മുകളിൽ കാർട്ട് വ്യൂ ചെയ്യണ പേജല്ലേ? ഇവിടെ അല്ലേ വേണ്ടേ? അതായത് കാർഡിൽ പ്രോഡക്ട്സ് ഫസ്റ്റ് എടുത്തുകൊണ്ട് വരണം. പ്രോഡക്ട്സ് എവിടെ ഉണ്ടാവും? യൂസർ ഹെൽപ്പേഴ്സിൽ ഗെറ്റ് കാർട്ട് പ്രോഡക്ട്സ്. ആരുടെ? യൂസറിൻ്റെ. .id. നീ ഇപ്പം എങ്ങനെ ചെയ്യാൻ പോകുന്നത്? എടുത്തോണ്ടിരാ, എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും പോയിന്റ് എടുത്തോണ്ടിരാ. എന്ത്? പ്രൊഡക്ട്സിന്റെ ഐഡി എടുത്തോണ്ട്, അതായത് കാർട്ടിൽ നിന്ന് പ്രൊഡക്ട്സിന്റെ ഐഡി എടുത്തോണ്ട് എന്നിട്ട് ആ ഐഡി വെച്ചിട്ട് പ്രൊഡക്ട്സ് എടുത്തോണ്ടിരാൻ പോവാ. അതല്ല, അതായത് ഇനി നമ്മൾ കാർട്ടിലേക്ക് ആഡ് ചെയ്തു. ഇനി കാർട്ട് എന്നുള്ള പേജ് ലോഡ് ചെയ്യുന്ന സമയത്ത് അതാണ് പറഞ്ഞത്. കാർട്ടിൽ ഡാറ്റാബേസിന്റെ കാർട്ട് ഉണ്ടല്ലോ, കാർട്ടിന്റെ ഒരു കളക്ഷൻ ഉണ്ടല്ലോ, അതിന് പോയി പ്രൊഡക്റ്റിന്റെ ഐ ഡിസ് എടുത്തോണ്ടിരും. പ്രൊഡക്റ്റിന്റെ ഐ ഡിസ് അവിടെ നിന്ന് എടുത്തോണ്ട് വരും. അങ്ങനല്ല, അതായത് ഒറ്റ കൊറിയിലെല്ലാം ചെയ്യില്ലേ? ചെയ്യാണ്. അതായത് കാർട്ടിലെ എനിക്ക് കാര്യം മനസ്സിലായി. ഞാൻ രണ്ടുപേരും ഒരു കൊറിയാണോ ചോദിച്ചത്. വീട് മനസ്സിലായല്ലേ? എന്താ ചെയ്യാതെ മനസ്സിലായി പറഞ്ഞേക്ക്, കുഴപ്പമൊന്നുമില്ല. എനിക്ക് യൂസർ ഹെൽപ്പേഴ്സ് ഗെറ്റ് യൂസർ
യൂസർ ഐ ഡി ഓരോ സമയത്ത് ഓരോ യൂസർ ഐ ഡി നീ എഴുതുന്നത്. ഒന്ന് യൂസർ അണ്ടർസ്കോർ ഐ ഡി. അത് ഇതിനൊക്കെ ഞാൻ എന്താ പറയണ്ടേ? അത് ഒന്നുമില്ല. പ്രോഡക്ട്സ് എടുത്തിട്ട് സോനു ഇനി റിയാക്ടിന്റെ ട്യൂട്ടോറിയൽ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. കണക്കിനാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? പണി നാളെ തരേണ്ടി വരും കേട്ടോ. അല്ല നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്ത് പൊളിക്കും. ഞാൻ ഒറ്റയ്ക്ക് ചെയ്യില്ല. എന്താ വെച്ചാല് പുതിയ തലമുറയ്ക്ക് അവസരം കൊടുക്കണം എന്നാണ് എല്ലാവരും പറയാറ്. നമ്മൾ തന്നെ എപ്പോഴും സ്റ്റാർ ആയിരുന്നാലും എന്താ പ്രശ്നം എന്നറിയോ? നിങ്ങളെപ്പോലുള്ളവർക്ക് അവസരം കിട്ടൂല. അപ്പൊ അതുകൊണ്ട് മാത്രം ചാൻസ് തരാണ്. ശരിയാ തിരുമേനി. വേണമെങ്കിൽ 2 പോകാൻ കാണിച്ചു വെക്കോ നമ്മളെ ക്രോസ് റോഡ്സിലല്ലേ നിൽഷാദേ? പ്രോഡക്ട്സ് കോൺസെൻട്രേഷൻ കളയല്ലേ. കാർട്ട് ഐറ്റംസ് കേട്ടു. ഡാറ്റാബേസ് പോയി എടുത്തോണ്ട് വരുന്നു. എനിക്ക് ചെന്നൈയിൽ ഏത് കമ്പനി ജോലി കിട്ടിയത്? അവിടെ വാച്ച്മാനായിട്ടാ. അങ്ങനെയാണ് പ്രശ്നം. എന്തൊക്കെ അറിയണം. അല്ല അറിയാൻ വേണ്ടിയിട്ടാണ് എന്തിനാണ് ജോലി കൊടുത്തതെന്ന് അറിയണല്ലോ. നേരത്തെ പറഞ്ഞ പോലെ അല്ല നമ്മൾ ഇത്രയും ലോക്കൽ കാര്യങ്ങളൊക്കെ നമ്മൾ മറുപടി കൊടുക്കാൻ പാടില്ല. നമ്മൾ നിലവാരം തന്നെ നമ്മൾ ഇല്ലാതെ കളയും. കോഡ് ചെയ്താൽ മതി. ഇത് മിണ്ടായിരിക്കണത് ചെയ്യട്ടത്. ഇത് കൊറേ എന്നാലും അതേതാവും കമ്പനി കളക്ഷൻ ഡോട്ട് ഇത്ര ദാരിദ്ര്യമുള്ള കമ്പനി. നമുക്ക് എന്താ ചെയ്യേണ്ടത്? എന്താ ചെയ്യേണ്ടത് തന്നെയാണ് എത്ര ഇവിടെ ഉണ്ടായിരിക്കും. ഇത് ചെയ്ത് തീർക്കട്ടെ. അതായത് ഫസ്റ്റ് നമുക്ക് കാർഡിലെ കളക്ഷനിൽ പോയിട്ട് ആ യൂസറിന്റെ ഡോക്യുമെന്റ് എടുക്കുന്നു. ആ ഡോക്യുമെന്റ് ഉള്ളിൽ പ്രോഡക്ട്സിന്റെ ഐഡീസ് ഉണ്ടായിരിക്കും. എന്നിട്ട് ആ ഐഡീസിന്റെ ഡീറ്റെയിൽസ് പ്രോഡക്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള കളക്ഷനിലുണ്ട്. അതാണ് നമുക്ക് എടുത്തോണ്ട്. അതും ഇതെല്ലാം നമുക്ക് ഒറ്റ കൊറിയിൽ ചെയ്യണം. അതാണ് ഞാൻ ആവശ്യപ്പെട്ടത്. അഗ്രിഗേറ്റ് ചെയ്യുന്നു. എല്ലാവരും സാധാരണ ഇങ്ങനെ ലോക്ക് ചെയ്തിട്ട് ചില ആൾക്കാർ കോഡ് ചെയ്യാറുണ്ട്. അതായത് 2-3 തവണയൊക്കെ ആയിട്ട്. അതായത് ഇപ്പോൾ ഈ ഒരു കേസിന് നമുക്ക് 2 രീതി ചെയ്യാമല്ലോ. അപ്പം നല്ല നോർമൽ അഗ്രിഗേഷൻ ഒന്നും യൂസ് ചെയ്യാതെ നമ്മൾ സാധാരണ എങ്ങനെ ചെയ്യാറുണ്ട്? ഒരു കൊറിയിലൂടെ പോയിട്ട് പ്രൊഡക്റ്റ് ഐഡീസ് മൊത്തം എടുത്തോണ്ടിരും. എന്നിട്ട് ലൂപ്പ് ഇട്ടിട്ട് വേറൊരു കൊറി വെച്ചിട്ട് ആ ഓരോ കൊറിയിലും ഡാറ്റാബേസ് പോയി ഫെച്ച് ചെയ്ത് കൊണ്ടിട്ട് പ്രൊഡക്ട്സിനെ എടുത്തോണ്ടിരുന്ന രീതിയൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ സ്ലോ ആയ പ്രൊജക്റ്റുകളൊക്കെ പിന്നെ നമ്മൾ കോഡ് റീപ്ലേസ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. മറ്റേ ആ പ്രൊജക്റ്റിലൊക്കെ ഉണ്ടല്ലോ, ആ പ്രൊജക്റ്റ് പറയാൻ പറ്റില്ല പ്രൊജക്റ്റാണ്. ഷോന് വളരെ വൃത്തികെട്ട രീതിയിൽ ചെയ്യാൻ പറ്റും. വൃത്തികെട്ട രീതിയല്ല, കോൺഫിഡൻസ് അത് ഐഡിയ പുറത്തു പോവാം. അത് ആ പ്രശ്നം വന്നതാണ്. അതാണ് ഞങ്ങൾ പേറ്റന്റ് എടുക്കുന്നുണ്ട്. അപ്പോൾ അഗ്രിഗേറ്റ് ചെയ്യാൻ ഫസ്റ്റ് വേണ്ടത് മാച്ച് ചെയ്യണം. ഇതൊക്കെ പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ. അതായത് കാർട്ടിലെ ഏത് ഡോക്യുമെന്റ് എടുത്ത് വരേണ്ടത് നമ്മൾ ഫസ്റ്റ് പറഞ്ഞു കൊടുക്കണ്ടേ? നമുക്ക് ആ യൂസർ ഐ ഡി വെച്ചിട്ട് മാച്ച് ചെയ്യുന്നത്. അഗ്രിഗേറ്റ് മെത്തേഡുകളൊക്കെ ശരിക്കും നോക്കിട്ടാ. മൊങ്കോഡി ഡോക്യുമെന്റ്സ് വെച്ചിട്ട് അങ്ങനെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതായത് ഈ യൂസർ ഐ ഡിയുടെ മാച്ച് ആയിട്ടുള്ള പ്രോഡക്റ്റ് എടുത്തു വന്നു. നെക്സ്റ്റ് അപ്പോൾ അത് കിട്ടി. അതായത് ഒബ്ജക്റ്റ് കിട്ടി, കാർട്ട് കിട്ടി നമുക്ക്. പിന്നെ കാർട്ടിന്റെ ഉള്ളിലുള്ള പ്രോഡക്ട്സ് എടുത്തിട്ട് ആ പ്രോഡക്ട്സിന്റെ ഡീറ്റെയിൽസ് എടുത്തുകൊണ്ട് വരണം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇത് നോർമലി ഇപ്പോൾ SQL ഒക്കെ പറയുകയാണെങ്കിൽ 2
ടേബിൾ ജോയിൻ ചെയ്യുന്നൊക്കെ പറയും. അപ്പോൾ അതിനു വേണ്ടി ഇവിടെ യൂസ് ചെയ്യുന്നത് ലുക്കപ്പ്. ലുക്കപ്പിൽ എവിടെ നിന്നാണ് എടുത്തുകൊണ്ട് വരേണ്ടത്, പ്രോഡക്ട്സ് എടുത്തുകൊണ്ട് വരേണ്ടത്, അതിൻ്റെ ലോക്കൽ വേരിയബിൾ, ലോക്കൽ ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർട്ടിലെ എന്താണ് നമ്മുടെ ഫീൽഡ്? പ്രൊഡക്റ്റ് ഐ ഡി അല്ലേ? വേറൊരു കേസ് ഉണ്ട്. ഇതിപ്പോൾ ഒരു അറേ ആയിട്ടാണ് എടുക്കുന്നത്. നമുക്കിത് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. അതായത് ലെറ്റ് കാട്ടിൽ നിന്ന് കിട്ടിയിട്ടുള്ള പ്രോഡക്ട്സ് നമ്മളൊരു വേരിയബിളിലേക്ക് എടുത്തു വയ്ക്കാൻ പോവാം. ഓക്കെ, അതായത് പ്രോഡക്ട്സ് വന്നിട്ടുള്ള പ്രോഡക്ട്സ്. ഓക്കെ, അതായത് ആ കാർട്ടിനുള്ളിലെ പ്രോഡക്ട്സ്, അതാണ് ഈ ഡോളർ സൈനുള്ള, ഇതാണ് ഡാറ്റാബേസിലെ പ്രോഡക്ട്സ്. നമ്മളൊരു വേരിയബിളിലോട്ട് എടുത്ത് വെച്ചു. നെക്സ്റ്റ് പൈപ്പ് ലൈൻ. ഇത് കൺഫ്യൂഷൻ ആവുന്ന വലിയ കാര്യമാണ്. ജസ്റ്റ് നിങ്ങൾ റെഫർ ചെയ്തിട്ട് തന്നെ ചെയ്യണത്. ലുക്കപ്പ് പൈപ്പ് ലൈൻ ഇടും. പൈപ്പ് ലൈനിലാണ് നമ്മൾ കണ്ടീഷൻ എഴുതാൻ പോകുന്നതിന്. ഓക്കെ, ഈ പ്രോഡക്ട്സ് അറയാണ്. അതായത് ഈ പ്രോഡക്ട്സിൽ ഇപ്പോൾ അറയുണ്ട്, പ്രോഡക്ട്സിൻ്റെ അറയുണ്ട്. അപ്പോൾ അതിൽ ഇപ്പോൾ ആ ഓരോ പ്രോഡക്ട്സിൻ്റെയും ID മാച്ച് ചെയ്യിക്കണം പ്രോഡക്ട്സ് കളക്ഷൻ്റെ ഉള്ളിലെ. കാരണം ഇത് നമുക്ക് ഇത് മാറ്റാം. നമുക്ക് പ്രോ ലിസ്റ്റ് നോക്കാം, കൺഫ്യൂഷൻ ആക്കണ്ട. ഓക്കെ, അപ്പോൾ നമുക്കിത് മാച്ച് ചെയ്യണം. അതിന് ഒരു എക്സ്പ്രഷൻ, അതായത് ഒരു അറയാണത്, നമുക്കൊരു എക്സ്പ്രഷൻ യൂസ് ചെയ്യും. എക്സ്പ്രഷൻ അതിൽ ഇനി അറേൻ്റെ ഉള്ളിൽ ID, അതായത് പ്രോഡക്റ്റ് കളക്ഷൻ്റെ ഉള്ളിലെ പ്രോഡക്റ്റിൻ്റെ ID എന്ത് വെച്ച് മാച്ച് ചെയ്യണം? ലിസ്റ്റ് വെച്ചിട്ട് ആ പ്രോഡക്റ്റ് ലിസ്റ്റിൽ എത്രത്തോളം IDs ഉണ്ടോ അതെല്ലാം പ്രോഡക്ട്സിലെ ഓരോ ID ആയിട്ട് മാച്ച് ചെയ്യും. എന്നിട്ട് ആ ഡാറ്റ എടുത്തിട്ട് വരും. നല്ല രസമല്ലേ കാണാൻ? അപ്പോൾ പൈപ്പ് ലൈൻ സെറ്റായി. ലുക്കപ്പ് കഴിഞ്ഞു. പൈപ്പ് ലൈൻ കഴിഞ്ഞാൽ അതായത് കിളി പോകാൻ ചാൻസ് ഉണ്ട്. പലരും കിളി പോകാൻ ചാൻസ് ഉണ്ട് അല്ലേ? അതായത് ഏകദേശം കിളി പോയിട്ടുണ്ട്. അപ്പോൾ പ്രോഡക്ട്സിന്റെ ലിസ്റ്റ് നമുക്ക് കിട്ടി. നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യുന്നത്? അതായത് കാർട്ടിലെ ഒരു ഒബ്ജക്റ്റ് എടുത്തിട്ട് വരിക. അപ്പോൾ ആ കാർട്ടിന്റെ കൂടെ ഇനി പ്രോഡക്ട്സിന്റെ ലിസ്റ്റും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുള്ള അറേ ആയിരിക്കും. എന്ത് ആ സാധനം എന്ന് പറയുന്നത്? ഒന്നുകൂടി പറഞ്ഞേ. അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒബ്ജക്റ്റ് ആയിരിക്കും നമുക്ക് ഇനി കിട്ടാൻ പോകുന്നത്. അതിനി എന്ത് പേരിൽ സ്റ്റോർ ചെയ്യണം? എന്തായാലും പേരെടുത്ത് കാർട്ട് ഐറ്റംസ് കൊടുത്തു. എവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന അഗ്രിഗേറ്റ്? ടു അറേയിലോട്ട് മാറ്റി. ഓക്കെ, ഇനി നമുക്ക് ഇത് റിസോൾവ് ചെയ്യാം. കാർട്ട് ഐറ്റംസ് അല്ലേ? അപ്പോൾ അഗ്രിഗേറ്റ് നന്നായിട്ട് പഠിച്ചോളൂ. അതിനുള്ളിൽ മാച്ചും ലുക്കപ്പൊക്കെ എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് ശരിക്കും ഡോക്യുമെന്റ് നോക്കി എക്സാമ്പിൾ നോക്കി തന്നെ പഠിക്കണം. അല്ലെങ്കിൽ ഇത് ഭയങ്കര കൺഫ്യൂഷൻ. അല്ലെങ്കിൽ അതിന്റെ സീരീസ് വേറെ ചെയ്യേണ്ടി വരും. ഇത് മാത്രമായിട്ട് ചെയ്യേണ്ടി വരും. തൽക്കാലം എന്ത് ചെയ്തിട്ടുണ്ട്? സോനൊരു തട്ടിപ്പിലുള്ള സാധനം ഒപ്പിച്ചിട്ടുണ്ട്. തട്ടിപ്പ് അതല്ല, സോനു ഭയങ്കരനാണ്. ഓക്കെ, ഇനി സാധനം വരുന്നുണ്ടോ നോക്കാം. കൺസോൾ ചെയ്ത് നോക്കാം അല്ലേ? അവിടെ സിങ്ക് കൊടുത്തിട്ടില്ലേ? പ്രൊഡക്റ്റ്
ഇനി കിട്ടുമോ നോക്കാം നമുക്ക്. പ്രൊഡക്റ്റ് കിട്ടുമോ നോക്കാം. ഒറ്റ കിട്ടാൻ നോക്കണം. എന്നിട്ട് പോവാം നമുക്ക്. കാട്ടല്ലേ. ഓ എന്താ സംഭവിച്ചേ? ഒറ്റക്കിടിക്ക് പോയല്ലോ. എവിടെ നമ്മൾ യൂസ് ചെയ്തത്? ആ സോറി, യൂസർ ഹെൽപ്പേഴ്സിലെ അസിങ്ക് ഇടാൻ മറന്നുപോയി. കാട്ടെടുത്ത് നോക്കട്ടെ. ലോഗിന് എന്തോ എറർ വന്നിട്ടുണ്ട്. യൂസ് ഓഫ് അൺഡിഫൈൻഡ് വേരിയബിൾ പ്രോഡക്റ്റ് ലിസ്റ്റ്. പ്രോ ഡി ഇല്ല, പ്രോ ലിസ്റ്റാണ്. ഓക്കെ, എവിടെ യൂസ് ചെയ്തത്? അവിടെ ലെറ്റിൻ്റെ അവിടെ ആ ഡി ഇട്ടെടുത്താൽ മതി. പ്രോഡക്റ്റ് ലിസ്റ്റ്. പോയി നോക്കാം. കാർട്ട് ഐറ്റംസ് ഒന്നും എത്തിയിട്ടില്ല. നോക്കട്ടെ എന്താ ഇഷ്യൂ, എന്താ നോക്കട്ടെ. ഓക്കെ, അപ്പോൾ ഇഷ്യൂ എന്താ മനസ്സിലായോ? മനസ്സിലായി. എന്താണ്? സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്. എന്തുകൊണ്ടാണ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക്? അവിടെ ഓൾറെഡി നീ എഴുതി വെച്ചിട്ടുണ്ട് കളക്ഷൻ്റെ പേര് എഴുതാൻ വേണ്ടിയിട്ട്, പിന്നെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. യൂസ് മനസ്സിലായില്ലേ? യൂസ് കാണിക്കാൻ വേണ്ടി ഇട്ടതാ. എൻ്റെ പൊന്നെ, നമ്മൾ ഈ തോണി താഴെ കുറെ കാലം ഇവൻ പറഞ്ഞാൽ മനസ്സിലാവില്ല. പഴയ ജിംനാസ്റ്റ് ഇവൻ അറിയില്ല. പോന്നിക്കരയാണെന്നുള്ളത് പറഞ്ഞു പോയതാ, കൂടി പോയതാ. എന്താ ആ കാർട്ട് കണ്ടോ? കാർട്ട് ഐറ്റംസിൽ ഒബ്ജക്റ്റുകൾ വന്നിട്ടുണ്ട്. ഒബ്ജക്റ്റുകൾ വന്നിട്ടുണ്ട് ഉണ്ടോ? ഇനി കൺട്രോളിൽ വന്ന സംഭവം നമുക്ക് എന്ത് ചെയ്യണം? കാർട്ട് ഡിസൈൻ ചെയ്തിട്ട് കാർട്ടിൽ ഡിസ്പ്ലേ ചെയ്യണം. കാർട്ട് ഡിസൈൻ ചെയ്യും. ഇനി ഞാൻ ഇതൊന്നും പറഞ്ഞ് തീർക്കട്ടെ. ഇതിന്റെ സ്ട്രക്ചർ കണ്ടില്ലേ? അതായത് ഒറ്റ കാർട്ടേ ഉള്ളൂ, ഒരു യൂസറിന് ഒരു കാർട്ടേ ഉള്ളൂ. അപ്പൊ ഈ നമുക്ക് എന്താ വേണ്ടത്? ആ കാർട്ട് ഐറ്റംസ് മാത്രം മതി. അപ്പൊ ഈ ഈ ഒരു കാർട്ട് ഐറ്റംസ് എന്നുള്ള ഈ ഒരു ഫീൽഡ് മാത്രം നമുക്ക് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് റിട്ടേൺ ചെയ്താൽ മതി. അപ്പോൾ കട്ട് ചെയ്യുന്ന സമയത്ത് റിസോൾവിൽ അതായത് ഒറ്റൊരു എലമെൻ്റേ ഉള്ളൂ, 0th എലമെൻറ്റ് ഡോട്ട് കാർട്ട് ഐറ്റംസ് അല്ലേ, ഐറ്റംസ്. ഓക്കെ, ഇനി വേണമെങ്കിൽ നമുക്ക് ഒന്നും കൂടെ ഒന്ന് നോക്കാം ഇപ്പം എന്താ വരുന്നതെന്ന്. കണ്ടില്ലേ? പ്രോഡക്ട്സ് കിട്ടിയില്ലേ? കാർഡിൻ്റെ ഉള്ളിൽ 2 പ്രോഡക്ട്സ് നമ്മൾ കാർഡിലേക്ക് ഇട്ടിരുന്നു, 2 പ്രോഡക്ട്സ് കിട്ടി. ഇനി ഇത് ഡിസ്പ്ലേ ചെയ്താൽ മതി. ഡിസ്പ്ലേ ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യണം? കാർട്ട് ഡിസൈൻ ചെയ്യണം. കാർട്ട് ഈ ഒരു ഡിസൈൻ മതിയോ? നമ്മൾ നോർമലി ഈ ഒരു കേസ് ഉണ്ടല്ലോ പ്രൊഡക്ട്സിൻ്റെ ആ ഡിസൈൻ പറയാം. നല്ലൊരു കാർട്ടിൻ്റെ പുതിയ ഡിസൈൻ തന്നെ വേണം. അതിലിങ്ങനെ ഓർഡർ മാറ്റാൻ പറ്റണം, കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഓർഡർ അതായത് കൗണ്ടൊക്കെ കൂട്ടാൻ പറ്റണം, കുറയ്ക്കാൻ പറ്റണം ഐറ്റംസ്. എന്നിട്ട് അത് താഴെ സമ്മറി, ടോട്ടൽ എമൗണ്ട് എത്രയാണ്, 2-3 ഐറ്റം കൂട്ടിയിട്ട് എന്നിട്ട് അത് പേ നൗ എന്നുള്ള ബട്ടൺ ആ രീതിയിൽ ഡിസൈൻ ചെയ്യണം. അടിപൊളിയുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. കട്ട് ചെയ്യണം സ്ക്രീൻ, കട്ട് ചെയ്യണം. എന്ത് കട്ട് ചെയ്യണം? ഡിസൈൻ ചെയ്യണം. ഇതൊക്കെ എന്ത്? അപ്പോൾ കാർട്ടിൻ്റെ ആ ഡിസൈന് നമ്മൾ സോനു സെറ്റപ്പ് ചെയ്ത് ഡിസൈൻ ചെയ്തൊന്ന് ചെയ്യാനുണ്ട്, സമയം എടുക്കും. അപ്പോൾ എന്തായാലും ഒരു കാര്യം ചെയ്യാം, ഇന്നത്തെ എഡിറ്റ് തീർത്തിട്ട് നമുക്ക് ദിൽഷാദിന് കൊടുക്കാം, നാളെ കാണാം. നിങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് അഗ്രിഗേറ്റ് ഫംഗ്ഷൻ്റെ കുറേ കാര്യങ്ങൾ ഡിഫറെൻറ്റ് ട്യൂട്ടോറിയൽസൊക്കെ ഒന്ന് വാച്ച് ചെയ്യുക, നോക്കുക, ചെയ്ത് നോക്കുക. എന്നിട്ടും മനസ്സിലാവണില്ല, നോക്കിയിട്ട് മനസ്സിലാവണില്ല എന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ മോങ്കോഡിയുടെ അഡ്വാൻസ്ഡ് സംഭവം സോനിനെ കൊണ്ട് നമുക്ക് ചെയ്യാം. എന്തായാലും
ഇങ്ങനെ വരുന്ന കാര്യങ്ങൾ നിങ്ങൾ എന്താ വെച്ചാൽ അഗ്രിഗേറ്റ് നമ്മൾ പറയുമ്പോൾ അതിന് കൂടുതൽ റിസർച്ച് നടത്തുക, കൂടുതൽ കാര്യങ്ങൾ കുറേ എന്താ ചെയ്യുക, യൂട്യൂബിൽ സെർച്ച് ചെയ്യുക, യൂട്യൂബ് വീഡിയോസ് അതേപോലെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ വായിച്ച് നോക്കുക, ഒന്ന് മനസ്സിലാക്കാൻ നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക വെച്ചാൽ നമ്മൾ മോങ്കോഡിബി അഡ്വാൻസ്ഡ് കാര്യങ്ങൾ നമ്മൾ ബേസിക് റെഡ് ഓപ്പറേഷൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അഗ്രിഗേറ്റ് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കുക. പിന്നെ അതേപോലെ മോങ്കോഡിബിയുടെ ഡിഫറെൻറ്റ് ഡിസൈൻസിൻ്റെ പല സ്ട്രക്ചേഴ്സ് ഒക്കെ ഉണ്ട്. മാർക്കറ്റ് എങ്ങനെ ഡിസൈൻ ചെയ്യണം, മോങ്കോഡിബി കുറേ ഡാറ്റ വരുമ്പോൾ എങ്ങനെയൊക്കെ ഡിസൈൻ ചെയ്യണം, മോങ്കോഡിബിന് ഉള്ളിലാക്കി ഡിസൈൻ ചെയ്യുക, പുറത്ത് വേറെ റെഫറലായിട്ട് ഡിസൈൻ ചെയ്യുക. അപ്പോൾ അത് ഏത് ഡാറ്റ സെറ്റാണ് പുറത്ത് ഡിസൈൻ ചെയ്യാവുന്നത്, ഏതാണ് ഉള്ളിൽ ഡിസൈൻ ചെയ്യുന്നത്, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പോൾ മോങ്കോഡിബിയുടെ അഡ്വാൻസ്ഡ് കാര്യങ്ങളൊന്ന് പഠിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. 1-2 വീഡിയോസൊക്കെ റെഫർ ചെയ്യുക. എവിടെയാണ് മോങ്കോഡിബി യൂസ് ചെയ്യാൻ ഏറ്റവും ബെറ്റർ, എവിടെയാണ് SQL സ്ട്രക്ചർ യൂസ് ചെയ്യാൻ ഏറ്റവും ബെറ്റർ എന്നൊക്കെയുള്ള കമ്പാരിസൺ സ്റ്റഡീസിൻ്റെ ഒരുപാട് വീഡിയോസ് ഉണ്ട്. ഒക്കെ ഒന്ന് വാച്ച് ചെയ്യാൻ നല്ലതായിരിക്കും. നമുക്ക് നാളെ കാണാം കാർട്ടിൻ്റെ ഡിസ്പ്ലേയും കാർട്ടിൻ്റെ ഡിസൈനൊക്കെ ആയിട്ട്. സോനി ഒരു ഡിഫറൻറ്റ് ഡിസൈൻ ഇറക്കും എന്നൊക്കെ പറയാം. വെറൈറ്റി ആയിട്ട് ആയിക്കോട്ടെ, നാളെ കാണാം നമുക്ക്.